എൻ്റെ പേര് റിനു മാത്യു. ഞാൻ കുമളിയിൽ നിന്നാണ് വരുന്നത്. അട്ടപ്പള്ളം ഇടവകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 3 ഓഗസ്റ്റ് 2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയും പിന്നെ എൻ്റെ അമ്മ കൃപാസനത്തിൻ്റെ പത്രം കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊരു തവണ പോലും വായിച്ചു നോക്കിയോ തുറന്നു പോവുകയോ ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരിക്ക് കിട്ടിയ ഒരു അനുഭവം വഴിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരാനായിട്ട് ഇടയാവുന്നത്. അപ്പം MBA കഴിഞ്ഞതിന് ശേഷം ഞാൻ റിക്രൂട്ട്മെൻറ്റിന് കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു റിക്രൂട്ട്മെൻറ്റിലും പാസ്സാകാനായിട്ട് സാധിച്ചില്ലായിരുന്നു. അവസാന അറ്റംപ്റ്റ് വരെ ഞാൻ എത്തിയാലും എനിക്ക് ഫൈനൽ ഇൻ്റർവ്യൂവിന് പോകാനോ അങ്ങനെ കുറേ തടസ്സങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ ഞാനൊരു ജോലിക്ക് വേണ്ടിയായിട്ടാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത മാതാവിനോട് ഞാൻ 26 ഓഗസ്റ്റ് 2019 എനിക്ക് ജോലി പ്രവേശിക്കണമെന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത്. ഞാൻ അതുപോലെ തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 26 ഓഗസ്റ്റ് 2019 എറണാകുളത്തുള്ള ഒരു നല്ലൊരു കമ്പനിയിൽ തന്നെ എനിക്ക് HR തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ഉടമ്പടി നല്ല രീതിയിൽ 3 മാസത്തോളം നല്ല രീതിയിൽ ഭക്തിയായിട്ട് ജോലി ലഭിച്ചതിന് ശേഷം മുന്നോട്ട് പൊക്കോണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ഉടമ്പടിയിൽ കുറച്ച് ഉഴപ്പും കാര്യങ്ങളും ഒക്കെ പതുക്കെ വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെയായി പ്രാർത്ഥനയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ചൊല്ലാനായിട്ട് തുടങ്ങി. കാരണം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പം മിക്ക സമയവും 5:30 ചെല്ലാനായിട്ട് കറക്റ്റ് എനിക്ക് സാധിച്ചിരുന്നില്ല. 6 മണി അങ്ങനെ സമയം വ്യത്യാസം വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ അതങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് കൊറോണയുടെ കാലം തുടങ്ങിയത്. അത് ഏകദേശം ഒരു മാർച്ച് മാസമൊക്കെ ആയപ്പോഴേക്കും കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജോലി പ്രവേശിച്ചത് എറണാകുളത്തുള്ള ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പം കൊറോണ ബാധിച്ച് ആദ്യമായിട്ട് ജോലി എല്ലാവർക്കും പോയി തുടങ്ങിയത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു. അപ്പം എനിക്ക് അന്ന് ഞാനൊരു ജൂനിയർ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ജോലി അവിടെ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിരുന്ന നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ നിരാശയായി ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വീണ്ടും പുനരാരംഭിച്ചു. എങ്കിലും എനിക്ക് കുറേ നാളത്തേക്ക് ജോലി ഒന്നും ലഭിച്ചില്ല. മുഴുവൻ ലോക്ക്ഡൗൺ ആയി. അങ്ങനെയായി ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല വിഷമങ്ങളായി. മാനസികമായി എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ ജോലി ചെയ്തിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് സെപ്റ്റംബറിൽ വീണ്ടും നല്ലൊരു ജോലി മാതാവ് വന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ആ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ജോലിയിൽ ഒരിക്കലും സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എത്രയേറെ വർക്ക് ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് മാതാവ് ഒരു വഴിയായിട്ട് എനിക്ക് IELTS പുറത്ത് പോകണം എന്നുള്ളൊരു മോഹം വന്നു തുടങ്ങിയത്. എനിക്ക് പണ്ട് മുതലേ MBA ഞാൻ പഠിച്ചത് തന്നെ പുറത്തോട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും അതിന് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. എനിക്ക് സാധിച്ചിരുന്നില്ല അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങാനും IELTS പ്രിപ്പറേഷൻ തുടങ്ങാനും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മാതാവ് തന്നെ ഒരു വഴിയായിട്ട് IELTS പഠിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങി. പക്ഷേ ഞാൻ IELTS പഠിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും എനിക്കൊരു ജോലി കിട്ടി. അപ്പം ജോലി കിട്ടിയപ്പോൾ എനിക്ക് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് അത് നിർത്തി പഠിക്കാനും വീണ്ടും ഒരു വരുമാന മാർഗമല്ലേ അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചുകൂടെ എന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനത് IELTS പഠനവും എല്ലാമായിട്ട് ജോലിയും എല്ലാം ആയിട്ട് പൊക്കോണ്ടിരുന്നു. പക്ഷേ എനിക്ക് IELTS ഞാൻ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി നോക്കി. പക്ഷേ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ ജോലി നിർത്തി വീട്ടിലേക്ക് വന്നിരിക്കുമായിരുന്നു. വീണ്ടും അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല. ഞാൻ ഇത്രയും കൊറോണയും ഇതുമൊക്കെ ആയിട്ട് എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ സന്നിധി വന്ന് ഉടമ്പടി പുതുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അപ്പം ഞാൻ തിരിച്ചിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയത് 13 മെയ് 2022 അപ്പം ഉടമ്പടി പുതുക്കി ഞാൻ വീണ്ടും പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് സജീവമായിട്ട് പങ്കെടുത്തു. പക്ഷേ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണെന്നോ കാര്യമായിട്ടുള്ള രീതിയിൽ ഞാനത് മനസ്സിലാക്കി
മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല സാക്ഷ്യങ്ങളൊക്കെ എല്ലാവരുടെയും കേൾക്കാൻ തുടങ്ങി. ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ട് സെർച്ച് ചെയ്ത IELTS കൃപാസനം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എനിക്ക് കാരണം IELTS പാസ്സാകണം, അതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. പിന്നെ ഞാൻ IELTS കൃപാസനം എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ IELTS കൃപാസനം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് IELTSും കാര്യങ്ങളും ഒന്നും വിജയിക്കാൻ സാധിക്കില്ല. പിന്നെ ഞാൻ വരുന്ന എല്ലാ ഉടമ്പടിയും എല്ലാ തരത്തിലുള്ള ആൾക്കാരെങ്ങനെയാണ് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കാനും തുടങ്ങി. ആദ്യമേ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് കറക്റ്റായിട്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയോ രോഗീ സന്ദർശനം ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ പിന്നെ ദിവസവും എനിക്ക് കുർബാനയിൽ സംബന്ധിക്കാനും സാധിക്കുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ രാവിലെ പോയി കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി ഒരു ഡേറ്റ് ഞാൻ ജൂണിൽ തന്നെ എടുത്തിരുന്നു. ജൂൺ 25 ഞാൻ IELTSൻ്റെ ഡേറ്റ് എടുത്തു. അതിന് ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ വന്ന് ബ്ലെസ്സിങ്ങിന് വേണ്ടി വരികയും ഹോൾ ടിക്കറ്റ് അച്ഛൻ്റെ കയ്യിൽ വന്ന് ബ്ലെസ്സിങ് എല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ പോവുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു IELTS ഞാൻ ഇപ്രാവശ്യം ഉറപ്പായിട്ടും പാസ്സാകും. ഞാൻ വീട്ടിലും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാരുണ്യ പ്രവൃത്തികളും പിന്നെ പത്രമൊക്കെ എൻ്റെ അമ്മയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ IELTS പഠിക്കുകയാണ്, ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പത്രം ഞാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. എല്ലാം ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ അമ്മ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാനെന്നാലും IELTS എക്സാം എല്ലാം അറ്റംപ്റ്റ് ചെയ്തു. എനിക്കന്ന് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് ഏറ്റവും പാടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് റീഡിംഗ് ആയിരുന്നു. എത്ര ചെയ്ത് നോക്കിയാലും എനിക്ക് ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് ഇപ്രാവശ്യം കിട്ടാനായിട്ടൊന്നും പോകുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ സ്കോർ മാത്രം എനിക്ക് 5.5 എന്നുള്ള രീതിയിൽ നിന്ന് ബാക്കി എല്ലാത്തിനും എനിക്ക് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനത് കഴിഞ്ഞ് വീണ്ടും പലരുടെയും സാക്ഷ്യങ്ങളും കാര്യങ്ങളും കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറയുന്ന രോഗീ സന്ദർശനവും കാരുണ്യ പ്രവൃത്തികളെ പറ്റിയെല്ലാം മനസ്സിലാക്കി. ഞാൻ അങ്ങനെ അടുത്ത ഉടമ്പടിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഭക്തിപൂർവ്വം ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത ഡേറ്റ് ഞാൻ 30th ജൂലൈ 2022 IELTSൻ്റെ ഡേറ്റ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ആ മാസം ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കാരുണ്യ പ്രവൃത്തികൾ എന്നുള്ള രീതിയിൽ എനിക്ക് പരിശുദ്ധ അമ്മ എന്നെ ഓർമ്മിപ്പിച്ച ഞാൻ രോഗീ സന്ദർശനത്തിന് വേണ്ടി 2 തവണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് പേഷ്യൻസിനെ നോക്കാൻ പോയി. പക്ഷേ എനിക്ക് പേഷ്യൻസ് അവിടെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ അവിടെ നോക്കാൻ പോയപ്പം അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലെ നേഴ്സ് എന്നെ സംശയത്തോടെ നോക്കി. ഞാനിങ്ങനെ എല്ലാം തപ്പിത്തെരഞ്ഞ് രോഗികളെ തെരഞ്ഞ് നടക്കുക. എന്നിട്ടെങ്ങും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ലാസ്റ്റ് ഞാൻ അവിടുന്ന് നേരെ എനിക്ക് മനസ്സിലൊരു ചിന്ത തോന്നി, ഞങ്ങളുടെ അവിടെ ആകാശപ്പറവ അതായത് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പം എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, എനിക്ക് 1 മാസത്തേക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുമോ സിസ്റ്ററെ? ഞാനിവിടെ വന്ന 1 മാസത്തേക്ക് എനിക്ക് അന്ന് ജോലിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഉച്ച കഴിഞ്ഞ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. UK ടൈമിലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഉച്ച വരെ ഞാനിവിടെ വന്ന് ശുശ്രൂഷ ചെയ്തോട്ടെ, ബാക്കി കാര്യങ്ങൾ ബാക്കി പേഷ്യൻസിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ സിസ്റ്റർ സമ്മതിച്ചു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം മുതൽ ചെന്ന് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുകയും അവിടുത്തെ അമ്മമാരെ കുളിപ്പിക്കാനും അവർക്ക് ആഹാരമൊക്കെ കൊടുക്കാനും അങ്ങനെ അവർക്ക് എക്സർസൈസും കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്യാൻ ആക്ടിവിറ്റീസായിട്ട് ഞാൻ അവിടെ തുടങ്ങി. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് മാതാവാണ് ഈ ഒരു വഴി പറഞ്ഞു തന്നത്. ഞാൻ അവിടെ എല്ലായിടത്തും രോഗികളുണ്ടോ എന്നുള്ള രീതിയിൽ അന്വേഷിച്ച് നടക്കുക. കാരുണ്യപ്രവർത്തികൾ എന്തൊക്കെ ചെയ്യണമെന്ന് പോലും വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം നോക്കി ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത പ്രകാരം ഒരാഴ്ച മുൻപേ ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഞാൻ വരികയും അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. തലേ ദിവസം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് അച്ഛൻ ഉറപ്പായിട്ട് ഒരു കാശുരൂപം വെഞ്ചരിച്ച് തരണം. കാരണം ഞാൻ അതിന് മുന്നേ വന്ന് ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ട്. അപ്പം ബ്ലെസ്സിങ് മേടിച്ചപ്പോൾ ഒന്നും എനിക്ക് കാശുരൂപം അങ്ങനെയൊന്നും ഇവിടെ കൊടുക്കുന്നില്ലായിരുന്നു. ജസ്റ്റ് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഞാൻ അന്ന് മാതാവിനോട് തലേദിവസം പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്കിവിടെ വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു കാശുരൂപം എനിക്ക് കിട്ടിയിരിക്കണം. അതെനിക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഇത്
വർദ്ധിപ്പിക്കാൻ വേണ്ടി എനിക്ക് അമ്മ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അപ്പം വരുമ്പോൾ കാണുന്നത്. എക്സാമിൻ്റെ സമയത്ത് അച്ഛൻ ബ്ലെസ്സിങ്ങിൻ്റെ കൂടെ വെഞ്ചരിച്ച കാശുരൂപവും തന്ന് എല്ലാവർക്കും പറഞ്ഞു വിടുമായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് കാശുരൂപവും കിട്ടി. അത് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു എനിക്ക് റീഡിംഗ് ആണ് ഏറ്റവും ടഫായിട്ടുള്ള മൊഡ്യൂൾ. എനിക്ക് എല്ലാ പ്രാവശ്യവും 2 തവണയും പോയത് അതാണ്. അപ്പം അതിനുവേണ്ടി എനിക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇപ്രാവശ്യം റിസൾട്ട് ഞാൻ 2 ദിവസം മുന്നേ ആയിരുന്നു എനിക്ക് റിസൾട്ട് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പം എനിക്ക് മാതാവ് അതിൻ്റെ ഒരു സൂചന തന്നിരുന്നു. ഞാൻ വ്യാഴാഴ്ച രാത്രിയിൽ ഞാൻ 3 മാസത്തോളമായിട്ട് ഞാൻ ഒരു ഫുൾ നോയമ്പാണ്. ഇറച്ചി, മീൻ, മുട്ട ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. 3 മാസമായിട്ട് കണ്ടിന്യൂസ് ഞാൻ ഈ നിയോഗങ്ങളെല്ലാം വെച്ച് ഞാൻ നോയമ്പിലാണ്. ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനിയൊരു ഇതുപോലെ വേറെ എന്തെങ്കിലും ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ രീതിയിലുള്ള ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ അമ്മയോടും പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞായിരുന്നു പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഇനി കഴിച്ചുകൂടാന്നൊക്കെ ചോദിച്ചു. എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ എന്തെങ്കിലുമുള്ള ആഹാരങ്ങൾ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതുപോലെ വ്യാഴാഴ്ച രാത്രിയിൽ എനിക്ക് മാതാവ് ഒരു സൂചന തന്നിരുന്നു റിസൾട്ട് വരും. ഞാൻ അന്ന് രാത്രിയിൽ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ 33 പ്രാവശ്യം എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കഴിയുന്നിടം വരെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 തവണ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഒരു ബൈബിൾ വചനം ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നത് ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും എന്ന് ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1:9 എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി എന്നെയും മാറ്റണേ, മാതാവ് എന്നെ കയ്യിലെടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസം ഈ IELTS പാസ്സാകുന്നതിലൂടെ മനസ്സിലാക്കി തരണേ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട്. ഇപ്പോഴത്തെ സമയ ചുരുക്കം കാരണം ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.